ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല. ആരോഗ്യം എന്നത് ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. അനസ്തേഷ്യ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. എന്താണ് ഈ അനസ്തേഷ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അനസ്തീഷ്യ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾക്ക് എപ്പോഴും അനസ്തീഷ്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്ന മയക്കം എന്നുള്ള ഒരു വേർഡാണ്, മയക്കം. പക്ഷേ അനസ്തീഷ്യയിൽ നമ്മൾ മയക്കം മാത്രമല്ല ഉള്ളത്. ആക്ച്വലി അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ 3 കമ്പോണൻ്റായിട്ടാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് സർജറിക്ക് വേണ്ടിക്ക് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അതിനെ നമ്മൾക്ക് പേഷ്യൻറ്റിന് വേദന ഇല്ലാതിരിക്കണം. വേദന ഉണ്ടെങ്കിൽ ഒരു സർജറിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വേദനാരഹിതമായ സർജറി ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു സർജന് വേണ്ടിയിട്ട്. അതേപോലെ രണ്ടാമത്തെ കാര്യമാണ് മസിൽ റിലാക്സേഷൻ എന്ന് പറയും. അതായത് പേശികളുടെ മരവിപ്പ്, പേശികളുടെ ചലനം നമ്മൾ നിർത്തിവെക്കുന്നു. ഈ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും ചെയ്യുന്നത്. അതേപോലെ മൂന്നാമതായിട്ട് വരുന്നതാണ് ഈ മയക്കം എന്ന് പറയുന്നത്, സെഡേഷൻ. അപ്പോൾ ഈ 3 കമ്പോണൻറ്റും ഒന്നിച്ച് വരുമ്പോഴാണ് നമ്മൾ അനസ്തീഷ്യ കംപ്ലീറ്റ് ആവുന്നത്. വെറും മയക്കം മാത്രമല്ല അനസ്തീഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സർജറി ചെയ്യാനും അതേപോലെ തന്നെ വേറെ പല കാര്യത്തിലും നമ്മൾ അനസ്തീഷ്യ കൊടുക്കേണ്ടി വരലുണ്ട്. ഈ പ്രൊസീജിയർ ലൈക്ക് MRI എടുക്കാൻ, കുട്ടികൾക്ക് MRI എടുക്കുമ്പോൾ കുട്ടികൾ അതിന് സഹകരിക്കൂല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അനസ്തീഷ്യ കൊടുക്കലുണ്ട്. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ കൊടുക്കലുണ്ട്. അതേപോലെ ഓപ്പറേഷനും സർജറിക്കും വേണ്ടി കൊടുക്കലുണ്ട്. അപ്പം അനസ്തീഷ്യ പറയുന്നത് ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് അനസ്തീഷ്യ വരുന്നത്. ഇപ്പം നമ്മൾ അനസ്തേഷ്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്താണ് അതിൻ്റെ പ്രധാന തരങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ടൈപ്പിനെ കുറിച്ചും പറയാം. അനസ്തീഷ്യ പലതരത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അതിൽ പ്രധാനമായും 4 തരത്തിലാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ജനറൽ അനസ്തീഷ്യ അഥവാ പൂർണ്ണമായിട്ട് മയക്കിയിട്ടുള്ള അനസ്തീഷ്യ. അതിന് നമ്മൾ കൊടുക്കുന്നത് എന്തിനാ? ഈ വലിയ സർജറികളിൽ, അതായത് ഹെഡ് ആൻഡ് നെക്ക് സർജറീസ്, തലഭാഗത്തുള്ളതും കഴുത്തിൻ്റെ ഭാഗത്തുള്ള തൈറോയ്ഡ് സർജറി, അതേപോലെ ബ്രസ്റ്റ് സർജറി, അതിന് തരിപ്പിച്ചോ അല്ലാതെയോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതിന് പൂർണ്ണമായിട്ട് മയക്കിയിട്ട് വേണം. രോഗിയെ പൂർണ്ണമായിട്ട് മയക്കിയാൽ മാത്രമേ സർജന് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായി മയക്കുന്ന സർജറിനെ പറയുന്നതാണ് ജനറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. പക്ഷേ അതല്ലാതെ ഉള്ളതാണ് റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം മരവിപ്പിക്കുന്നു. ആ ഭാഗത്തെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കൈ അല്ലെങ്കിൽ കാലെന്ന് വിചാരിച്ച് ഒരു ഫ്രാക്ചർ വന്നു കയ്യിൽ, അപ്പോൾ കൈ മാത്രം മരവിപ്പിച്ചാൽ മതി, നമുക്ക് പൂർണ്ണമായിട്ട് മയക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ കൈയിൻ്റെ നരമ്പുകളെ മരവിപ്പിക്കുകയും ആ ഭാഗം പൂർണ്ണമായി ധരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ രോഗിക്ക് പൂർണ്ണമായിട്ട് മയക്കം നമ്മൾ നൽകുന്നില്ല. ചെറിയ ഉറങ്ങാനുള്ള മരുന്നുകളോ സെഡേഷൻ മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് ലോക്കൽ അനസ്തീഷ്യ. അതായത് വളരെ ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ ചെറിയ മുഴകൾ, വിരലിൻ്റെ അറ്റത്തുള്ള ചെറിയ ടാഗുകൾ, അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്ഥലം മാത്രമായിട്ട് ധരിപ്പിച്ചിട്ട്, ഒരേ സ്ഥലം ധരിപ്പിച്ചിട്ട് സർജറി ചെയ്യുന്നു. അത് മിക്കവാറും സർജറി ഡോക്ടർമാർ തന്നെ ധരിപ്പിച്ച് ചെയ്യുന്ന ഓപ്പറേഷനുകൾ കേട്ടിട്ടുണ്ടാവും. അതാണ് പറയുന്നത് അനസ്തീഷ്യ കൊടുക്കാതെ തന്നെ സർജറി ചെയ്യുന്നു എന്ന് പറയും. അത് പക്ഷേ ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ മാത്രം ധരിപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, അവിടെ ധരിപ്പിക്കുന്നു, അവിടുത്തെ സർജറി ചെയ്യുന്നു. അതിന് വേറെ ഒന്നും മയക്കുകയോ പൂർണ്ണമായിട്ട് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് മരവിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ പറയുന്നത് സെഡേഷൻ അഥവാ മാക്ക് എന്ന് പറയും. അതായത് മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ. അതിൽ വരുന്നത് ചെറിയ പ്രൊസീജിയർ, അതായത് നമ്മൾ DNC എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഗൈനക്കോളജിക്കൽ പ്രൊസീജിയേഴ്സ്. അതിനൊക്കെ വേദനരഹിതം അധികം ആവശ്യമില്ല, വേദന ഇല്ലാത്തതാണ്. പക്ഷേ പേഷ്യൻറ്റിന് അത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഡിസ്കംഫോർട്ട് ഒഴിവാക്കാൻ വേണ്ടി പേഷ്യൻറ്റിന് നമ്മൾ ചെറിയ സെഡേഷൻസ് കൊടുക്കുന്നു, എന്നിട്ട് ആ പ്രൊസീജിയർ ചെയ്യുന്നു. അതിനെയാണ് മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ. അനസ്തീഷ്യ മോണിറ്റർ ചെയ്തുകൊണ്ട് ചെറിയ സെഡേഷനിൽ മാത്രം ചെയ്യുന്നു. ഇങ്ങനെ 4 തരത്തിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ സർജറിക്ക് നമുക്ക് അനസ്തേഷ്യ ഒരു അത്യാവശ്യ ഘടകമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇതിൽ ആവശ്യമായിട്ട് വരുന്നത് അനസ്തേഷ്യ?
അതായത് നമ്മളിപ്പോൾ സർജറി സക്സസ്ഫുൾ ആവണമെങ്കിൽ എപ്പോഴും ഒരു നല്ല അനസ്തീഷ്യ വേണമെന്ന് സർജന്മാർ പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് മൂവ് ചെയ്യാൻ പാടില്ല, അനങ്ങാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസിൽ റിലാക്സേഷൻ എന്നുള്ള സംഭവം കൊടുക്കുന്നത്. പേഷ്യൻറ്റിന് വേദന ഉണ്ടാവാൻ പാടില്ല. വേദന ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് ഒരിക്കലും കിടക്കൂല അല്ലേ. നമ്മൾക്കൊരു ചെറിയ മുറി പോലും വേദന സഹിക്കാൻ പറ്റൂലല്ലോ. അതേപോലത്തെ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പം അവർക്ക് വേദന ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് ഡിസ്കംഫർട്ടാവും, പേഷ്യൻ്റ് അനങ്ങും. അതുകൊണ്ട് സർജറി സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേദന കുറക്കാനും ഈ മസിൽ റിലാക്സേഷൻ കൊട്ടാനും ഓവറാൾ പേഷ്യൻറ്റിൻ്റെ കംഫോർട്ടിനും വേണ്ടിയിട്ടും സർജന് സുഖമായിട്ട് ഓപ്പറേഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് അനസ്തീഷ്യ വേണ്ടത്. ഈ അനസ്തേഷ്യ നൽകുമ്പോൾ രോഗിയുടെ സുരക്ഷ എങ്ങനെ നമ്മൾ ഉറപ്പാക്കും? അനസ്തീഷ്യ നൽകുന്നതിന് മുന്നേ തന്നെ നമ്മൾ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അതായത് പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് എന്ന് PAC എന്ന് പറഞ്ഞിട്ട് നമ്മൾ രോഗിയെ അനസ്തീഷ്യ കൊടുക്കുന്നതിനും സർജറി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പേഷ്യൻറ്റിനെ കാണും. ഒരാഴ്ച മുന്നേ ഒക്കെ കാണുന്നവരുണ്ട്. കാരണം പേഷ്യൻറ്റിന് ചിലപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതിനു വേണ്ടി. അല്ലെങ്കിൽ 2 ദിവസം മുന്നെയെങ്കിലും പേഷ്യൻറ്റിനെ കണ്ടിട്ട് പേഷ്യൻ്റ് വിവരങ്ങളെല്ലാം നമ്മൾ ശേഖരിക്കും. അതായത് പേഷ്യൻ്റ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടോ, മുന്നേ എന്തെങ്കിലും അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ടോ, അതിനെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ, പേഷ്യൻറ്റിൻ്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ എത്രയാണ്. കാരണം അതിനനുസരിച്ചാണ് ഓരോ പേഷ്യൻറ്റും ഓരോ രീതിയിലാണ് നമ്മൾ അനസ്തീഷ്യ പ്ലാൻ ചെയ്യുന്നത്. ആ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ പാരാമീറ്റേഴ്സും. അതേപോലെ തന്നെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്യും. അവരുടെ HBയും ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കും, ബാക്കി കിഡ്നീൻ്റെ ഫംഗ്ഷൻ, ലിവറിൻ്റെ ഫംഗ്ഷൻ എല്ലാം ECG നോക്കും, എക്സ്റേ എടുത്ത് നോക്കും. അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തീഷ്യക്ക് വേണ്ടി എടുക്കുന്നത്. അതാണ് പ്രീ അനസ്തീഷ്യ ചെക്കപ്പിലൂടെ ചെയ്യുന്നത്. അതിലൂടെ തന്നെ നമ്മൾ പേഷ്യൻ്റ് സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. ഒന്നുമില്ല എന്നുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതൽ സുരക്ഷ ശ്രദ്ധിക്കും. മോണിറ്ററിങ്ങിലും എല്ലാ നിരീക്ഷണത്തിലും കൂടുതൽ ശ്രദ്ധ ചെയ്യും. അതേപോലെ ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയിലല്ലേ അനസ്തീഷ്യ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ വെയിറ്റിനനുസരിച്ചുള്ള ഡോസിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അത് നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അധികം കൊടുക്കാൻ പാടില്ല, കുറച്ച് കൊടുക്കാനും പാടില്ല. കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് അത്രയും എഫക്റ്റ് കിട്ടൂല. പക്ഷേ അത് കൂടാനും പാടില്ല. ഒരു അനസ്തീഷ്യ കൊടുക്കുന്ന ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷന് ആവശ്യമുള്ള ഡ്രഗും ഡോസുമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് സുരക്ഷ നമ്മളെപ്പോഴും ഫസ്റ്റ് ഘടകമാണ്. അതേപോലെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് പേഷ്യൻറ്റിനെ OTൻ്റെ ഉള്ളിലോട്ട് കയറ്റിയത് മുതൽ നമ്മൾ പേഷ്യൻറ്റിന് എല്ലാ വൈറ്റൽസ് എന്ന് പറയുന്നത് ഒന്ന് ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, അതേപോലെ ECG, SpO2 എന്ന് പറയും. ഓക്സിജൻ്റെ അളവ് നോക്കുന്ന സാധനം SpO2, പൾസ് ഓക്സിമീറ്റർ. നമ്മൾ വിരലിലൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കാണുന്നില്ല, അതാണ് പൾസ് ഓക്സിമീറ്റർ. അതായത് ഓക്സിജൻ്റെ, നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ്. ഈ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി, അതായത് പേഷ്യൻ്റ് OTയിൽ എൻ്റർ ചെയ്തത് മുതൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും അനസ്തീഷ്യ സുരക്ഷിതമാണ്. പിന്നെ അതേപോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണ്, പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടി, പേഷ്യൻ്റ് കോംപ്ലിക്കേഷൻസ് വരാം. എല്ലാ സർജറിക്കും എല്ലാറ്റിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി ഡ്രഗ്സും ഇൻസ്ട്രുമെൻസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ അനസ്തീഷ്യ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും അനസ്തീഷ്യ സുരക്ഷിതമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പേടിക്കുന്ന എല്ലാവർക്കും അനസ്തീഷ്യ സുരക്ഷിതമാണോ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ അതെ ഈ സുരക്ഷിതമാണോ എന്നുള്ള, എപ്പോഴും സേഫ് ആണോ എന്നുള്ളതാണ് എല്ലാവരും പേടിയും. പക്ഷെ ഇത്രയും ചെയ്തിട്ട് സേഫ് അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ അനസ്തേഷ്യയുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചു ഡോക്ടർ. ഈ അനസ്തേഷ്യക്ക് മുമ്പ് രോഗി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം? തീർച്ചയായും രോഗി ആക്ച്വലി നമ്മൾ ഒരു ദിവസം മുന്നെയെങ്കിലും പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യലുണ്ട്. അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്ന മേജർ സർജറിക്കെല്ലാം രോഗിയെ അഡ്മിറ്റ് ചെയ്യും തലേന്ന് തന്നെ. അതെന്തിനാണെന്ന് വെച്ചാൽ തലേന്ന് കൊടുക്കുന്ന മരുന്നുകളുണ്ട്, പിന്നെ അവർക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരും നേഴ്സുമാരും പറയുന്നത് പോലെ തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് അനസ്തീഷ്യക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു 6 to 8 മണിക്കൂർ നേരത്തേക്കുള്ള ഫാസ്റ്റിങ് അഥവാ ഉപവാസം എന്ന് പറയില്ലേ, ഭക്ഷണം കഴിക്കാതെ കട്ടിയ ആഹാരം സോളിഡ് ഫുഡ് കഴിക്കാതെ 8 മണിക്കൂറെങ്കിലും മിനിമം വേണം. അപ്പം ആ സമയം ഡോക്ടർമാർ അല്ലെങ്കിൽ അവിടെയുള്ള നേഴ്സുമാർ പറഞ്ഞു തരും അത്രയും സമയത്തേക്ക് ഭക്ഷണം കഴിക്കരുത്. അതെന്തിനാന്ന് വെച്ചാൽ ഭക്ഷണം കട്ടിയുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റ് ആവാൻ എന്തായാലും ഒരു മിനിമം 6 to 8 hours എടുക്കും. ആ സമയത്തിനുള്ളിൽ നമ്മൾ മയക്കം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ
ഫുൾ ഡൈജസ്റ്റ് ആവാത്ത ഭക്ഷണം ചിലപ്പോൾ തരിപ്പിലോട്ട് കയറി ശ്വാസകോശത്തിലോട്ട് വന്ന് അത് ന്യൂമോണിയ ആവാം, പിന്നെ ആ ശ്വാസകോശ ബുദ്ധിമുട്ടുകളെല്ലാം വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫാസ്റ്റിംഗ് എന്നുള്ളത് കമ്പൽസറിയാണ് എല്ലാ സർജറിക്കും. അനസ്തീഷ്യ കൊടുത്തിട്ടുള്ള എല്ലാ സർജറിക്കും കമ്പൽസറിയാണ്. അതേപോലെ തന്നെ വേറെ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഡോക്ടറോട് പറയണം. ചില മരുന്നുകളെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷന് മുന്നേ, സർജറിക്ക് മുന്നേ ഒരു 12 hours മുന്നെയോ നിർത്തണം, സ്റ്റോപ്പ് ചെയ്യേണ്ട മരുന്നുകളുണ്ട്. പിന്നെ തലേന്ന് രാവിലെ സ്റ്റോപ്പ് ചെയ്യേണ്ട മരുന്നുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കാൻ, പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ അസുഖമുള്ള രോഗികൾ, അവർക്ക് ഈ ക്ലോട്ടിങ്ങിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടാവും. ആ ഗുളിക എന്ന് വെച്ചാൽ നമുക്ക് 5 ദിവസം മുന്നേ നിർത്തേണ്ടതാണ് മിനിമം. അപ്പോൾ നമ്മൾ ഈ PAC കാണാൻ വരുമ്പോൾ തന്നെ പറയും. അപ്പോൾ അത് ശ്രദ്ധിച്ച് അവർ ഈ ഗുളിക ഏതാണെന്നുള്ളത് അവർക്ക് അറിയണം. കാരണം അവർ ചിലപ്പോൾ 5 ദിവസം അഡ്മിറ്റായിട്ട്, ഇപ്പോൾ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ 5 ദിവസം മുന്നേ ഒന്നും ആരും അഡ്മിറ്റ് ആവുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് പറയുന്നുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം എന്ത് ഗുളിക കഴിക്കുന്നത് വെച്ചാൽ ഡോക്ടറോട് പറയണം, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയില്ലല്ലോ അവരെന്താ കഴിച്ചിന്. അങ്ങനെ കഴിച്ചിട്ട് ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ക്ലോട്ടിംഗ് എന്ന് വെച്ചാൽ ഈ ക്ലോട്ടിങ്ങിൻ്റെ ഗുളിക കഴിക്കുന്നത് ഇവർ ഹാർട്ടിൻ്റെ അസുഖത്തിന് വേണ്ടിയിട്ടാണ്. ഹാർട്ടിന് ഓൾറെഡി അവർക്ക് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഉണ്ട്. അതായത് ഹാർട്ടിൻ്റെ ഇതിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ഹാർട്ടിൻ്റെ അസുഖം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരാണ് ഈ ക്ലോട്ടിങ്ങിൻ്റെ ഗുളിക കഴിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് കഴിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവില്ല, ക്ലോട്ടായിട്ട് അവിടെ ഇതാവും. പക്ഷേ ഇത് പെട്ടെന്ന് നമ്മൾ ഈ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ എപ്പിഡൂറൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ബ്ലഡ് വെസൽസിനൊക്കെ ചിലപ്പോൾ പങ്ക്ചർ ചെയ്തേക്കാം. അപ്പോൾ അവിടെ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ വലുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ക്ലോട്ടിങ് വലുതായിട്ട് വന്നിട്ട് അവിടെയാണെങ്കിൽ നമ്മൾ നരമ്പുകളൊക്കെ പോകുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ക്ലോട്ട് വന്ന് വലുതായി കഴിഞ്ഞാൽ നരമ്പുകൾക്ക് തളർച്ച പോലെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലോട്ടിങ്ങിൻ്റെ ഗുളിക 5 to 7 ദിവസം മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ വേറെ എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് അല്ലെങ്കിൽ മരുന്നിനോട് അലർജി ഉണ്ടെങ്കിൽ ഡോക്ടറോട് നേരത്തെ പറയണം. ബിക്കോസ് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നത് പുതിയ മരുന്നുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അനസ്തീഷ്യ എക്സ്പോഷർ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചെയ്ത ആൾക്കാരാണെങ്കിലും ഈ ചില മരുന്ന് മുട്ടയിനോട് അലർജിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചില അനസ്തീഷ്യ മരുന്നിനോട് അലർജി കാണലുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ചോദിക്കും, മുട്ട ഇതിന് അലർജി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിന് അലർജി ഉണ്ടോ എന്നുള്ളത്. കാരണം ഇവർക്ക് പ്രോണാണ് അല്ലേ, അവർ വേറെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ അലർജി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ പ്രിക്കോഷൻസ് എടുത്തു വെക്കും അങ്ങനെയുള്ള രോഗികൾക്ക്. പിന്നെ ഇതേപോലെ പുകവലി, മദ്യപാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അത് നേരത്തെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ടൂത്ത് എന്ന് പറയില്ലേ, നമ്മൾ വെപ്പ് പല്ലുണ്ടാവില്ലേ, വെപ്പ് പല്ലുള്ള ആൾക്കാരാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഈ മയക്കിയിട്ടുള്ള ഓപ്പറേഷനുകളിൽ വാൽ കൂടി ട്യൂബ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വെപ്പ് പല്ലാണെങ്കിൽ അത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അത് റിമൂവബിൾ ആണെങ്കിൽ, പെർമനൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം, ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.